എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈക്രോസോഫ്റ്റ് എക്സൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റാപ്പ് ടെസ്റ്റ്, മെർജ് സെല്ല്, ഓറിയൻറ്റേഷൻ, ഓട്ടോ ഫോർമാറ്റ് എന്നുള്ള ഫോർമാറ്റിംഗ് ഒക്കെ എടുത്തിരുന്നു. പാർട്ട് 3ൽ ഞാൻ പാർട്ട് 4ൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പേജിൻ്റെ ലേഔട്ട്, പിന്നെ പേജിൻ്റെ സെറ്റപ്പ്, മാർജിന്, പേപ്പർ സൈസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഒക്കെ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പാർട്ട് 4ൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓഫീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പേജിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതുപോലൊരു മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ഷീറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പേജ് ഇതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം, ഒരു പേജിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് ശരിയാവുമോ എന്ന് നോക്കാം. നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ പ്രിൻ്റ് കണ്ടില്ലേ, പ്രിൻ്റ് എടുത്തപ്പം നമുക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു പേജ് പെർസെൻറ്റേജ് വരെ കാണിക്കും. ഞാൻ വേണമെങ്കിൽ കുറച്ച് വലുതാക്കി കാണിച്ചു തരാം. കണ്ടോ, ഈ പെർസെൻറ്റേജ് വരെ നമുക്കിപ്പോൾ കാണുന്നുള്ളൂ. പക്ഷേ ഇനി നമുക്ക് കാണാനുണ്ട്. നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ ഈ ആവറേജ് സ്റ്റൈഫൻഡ്. ഇത് നമുക്ക് ഏത് പേജാണ് വരുന്നത്? നമുക്ക് രണ്ടാമത്തെ പേജിലാണ് വരുന്നത്. ഫസ്റ്റ് പേജിൽ എന്ത് വരും? ഇത് ഫസ്റ്റ് പേജിൽ അവിടെ എവിടെ വരെയാ? പെർസെൻറ്റേജ് വരെ കിട്ടുന്നുള്ളൂ. സെക്കൻഡ് ഇത് കണ്ടോ, 1 of 2. ഇത് 2 പേജാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേജിലെടുക്കുമ്പോൾ നമുക്കിത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് രണ്ടാമത്തെ പേജിലാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെയല്ല വേണ്ടത്. അവർക്ക് ഇങ്ങനെ ഒരേ പേജിൽ തന്നെ ഇത് കണ്ടില്ലേ. അപ്പോൾ 1, 2 പേജിൽ 2 പേജുണ്ട്. അപ്പോൾ ഇത് ഒരു പേജിലാക്കിയിട്ട് വേണം പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പേജിൻ്റെ സെറ്റപ്പ് എടുക്കുക. കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ തന്നെ ഇവിടെ പേജിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഈ സെറ്റപ്പിൽ ഓറിയൻറ്റേഷൻ ഒരു ഓപ്ഷനുണ്ട്. ഓറിയൻറ്റേഷൻ അവിടെ പോർട്രേറ്റും ഉണ്ട്, ലാൻഡ്സ്കേപ്പും ഉണ്ട്. പോർട്രേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ വെർട്ടിക്കലായിട്ട് പ്രിൻ്റ് എടുത്ത് വരും. ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് വരുന്നതിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലാൻഡ്സ്കേപ്പ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഓക്കെ പറയാം. ഓക്കെ പറഞ്ഞപ്പം ഈ പെർസെൻറ്റേജിന് പകരം മിനിമം മാർക്ക് വരെ നമുക്ക് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സെക്കൻഡ് പേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ നമുക്ക് അടുത്ത പേജിലോട്ട് പോയിട്ടുണ്ട്. ഈ മൂന്ന് കോളം അടുത്ത പേജിലോട്ട് പോയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ ഫസ്റ്റ് പേജിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ബാക്കിലോട്ട് വന്ന് ഇവിടെ നമുക്ക് എന്തെല്ലാം സ്പേസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സ്പേസ് കൂടുതൽ കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കണം. ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ വന്നിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ സ്പേസൊക്കെ ഒന്ന് നമുക്ക് മാക്സിമം നമുക്ക് സ്പേസൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഒട്ടും നമുക്ക് സ്പേസ് ഒന്നും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ഫയലിൽ പോയി നമ്മൾ പ്രിൻ്റ് എടുത്തപ്പോൾ കണ്ടില്ലേ, സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഈ ഒരു കോളം നമുക്ക് വെളിയിൽ കിടപ്പുണ്ട്. അത് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. നമുക്ക് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ടും പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പേജിൻ്റെ സെറ്റപ്പിൽ പോയി എന്നിട്ട് ഈ മാർജിൻ കണ്ടില്ലേ, ഇത്രയും മാർജിൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ മാർജിൻ 2 സൈഡിലും ഇത്രയും മാർജിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മളിവിടെ മാർജിൻ എടുക്കണം. ഇപ്പോൾ ലെഫ്റ്റ് മാർജിൻ കണ്ടില്ലേ, 1.5 എന്നാണ് കിടക്കുന്നത്. ഇവിടെ റൈറ്റ് മാർജിനും 1.8 കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ 1 ആക്കി. ലെഫ്റ്റ് മാർജിൻ ഇവിടെ എത്ര ആയി? 1.8 ആയിരുന്നു, 1 ആക്കി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 1 ആക്കി. ഇവിടെ ഞാനിവിടെ 1 കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ടോപ്പത്തിൻ്റെയും ബോട്ടത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ലെഫ്റ്റും റൈറ്റും മാത്രം മതി. അപ്പം ഞാനിവിടെ ഒന്ന് ഓക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നു 1, ഇവിടെ 1 അടിച്ചില്ല, 1 ഇവിടെ നമുക്ക് 1 ഞാൻ അടിച്ചു കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞപ്പോഴും കണ്ടില്ലേ, നമുക്കിങ്ങനെ ഇത് ഇപ്പോഴും 2 of 2 തന്നെ കിടക്കുകയാണ്. നമ്മൾ മാർജിൻ സെറ്റ് ചെയ്തു, ലാൻഡ്സ്കേപ്പ് ചെയ്തു, പിന്നെ കോളത്തിൻ്റെ വിഡ്ത്തെല്ലാം ശരിയാക്കി. എന്നിട്ടും ഇത് നമുക്ക് ഒരു പേജിലോട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവുന്നില്ല തോന്നുന്നു, ഇത് നമുക്ക് ഒരു പേജിലാക്കുകയും വേണം. അങ്ങനെ നമുക്ക് ഒരു ചാൻസും ഇല്ലെങ്കിൽ ഇവിടെ കണ്ടില്ലേ, നോ സ്കെയിലിംഗ് എന്ന് കണ്ടിട്ടുണ്ടല്ലേ. ഇവിടെ ഈ നോ സ്കെയിലിംഗ് നമ്മൾ ആദ്യത്തെ പേജിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇവിടെ നമുക്ക് നോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, റാങ്ക് വരെ ഉള്ളൂ.
നോ സ്കെയിലിംഗ് പറഞ്ഞിട്ട് നമ്മളിവിടെ പറയണം ഫിറ്റ് ഷീറ്റ് ഇൻ 1 പേജ്. നമുക്കങ്ങ് ഫിറ്റ് ചെയ്യാൻ പറയുകയാണ്. ഷീറ്റ് ഇൻ 1 പേജ് എന്നിവിടെ ക്ലിക്ക് ചെയ്യുക. ഈ നോ സ്കെയിലിംഗ് എന്നുള്ളെടുത്തിട്ട് ഫിറ്റ് ഷീറ്റ് ഇൻ 1 പേജ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ കമാൻഡ് എന്ന് പറഞ്ഞത് പേജ് സെറ്റപ്പ് എടുത്തിട്ട് ഇവിടെ കണ്ടില്ലേ സ്കെയിലിങ്, ഇവിടെ ഈ സ്കെയിലിങ്ങും ഒന്ന് തന്നെ. അപ്പോൾ സ്കെയിലിംഗ് എടുത്തിട്ട് കണ്ടോ ഫിറ്റ് ഇപ്പോൾ അഡ്ജസ്റ്റ് 100% ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറയുകയാണ് ഇതിനെ ഫിറ്റ് ടു 1 ആക്കിത്തരാം. ഇപ്പോൾ ഇവിടെ 100 ആണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റ് ടു 1 പറഞ്ഞിട്ട് ഓക്കെ പറയാം. അപ്പോൾ എന്ത് ചെയ്തു, ഈ റാങ്ക് എന്നുള്ളത് എന്ത് പറഞ്ഞു, സ്റ്റൈഫൻറ്റും ഇങ്ങോട്ട് കയറി. ഇപ്പോൾ കണ്ടോ 1 തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം നമ്മളിവിടെ പോയി പേജ് സെറ്റപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോണം ഈ ഫിറ്റ് ടു എന്നുള്ളത് ഇപ്പോൾ 99% ആക്കിയിട്ട് മാറ്റി. 100 മാറ്റിയിട്ട് അത് നമ്മൾ 99% ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു പേജ് ആക്കാം. അപ്പോൾ ഒരു പേജ് ആക്കുന്നത് എങ്ങനെയാണ്, നമ്മളിവിടെ ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, സ്കെയിലിംഗ് ഒക്കെ സെറ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, മാർജിൻ പോയിട്ട് നമുക്ക് മാർജിന് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം അങ്ങനെയുള്ള മാർജിനൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവർ പറയുന്നു 2 കോളം കൂടി ഇനിയും നമുക്ക് എക്സ്ട്രാ ആയിട്ട് അടിക്കണമെന്ന് പറയുന്നുണ്ട്. 2 കോളം കൂടെ ഇപ്പോൾ സ്റ്റൈഫൻഡ് വരെയല്ലേ അടിച്ചിട്ടുള്ളൂ, ഇനി അവർക്ക് 2 കോളം കൂടെ അവർക്ക് ആവശ്യമുണ്ട് അടിക്കണം, അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുന്നു. അങ്ങനെയുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ കോളം എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ പേജിൻ്റെ സെറ്റപ്പ് എടുക്കുക. ഇവിടെ പേപ്പർ സൈസ് കണ്ടില്ലേ, ഈ പേപ്പർ സൈസ് എന്നുള്ളത് ഇപ്പോൾ A4 സൈസ് പേപ്പറാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലീഗൽ എന്നുള്ള പേപ്പറുണ്ട്. A4 സൈസ് ആകുമ്പോൾ 8.5 × 11 ആണ്. ലീഗൽ എന്ന് പറയുന്നത് 8.5 ആൻഡ് 14 ആണ്. അപ്പം ഞാൻ ലീഗൽ പേപ്പർ എടുത്തു, പേപ്പറിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, ഇനി എനിക്ക് കുറേ കൂടെ ഒരു 2 കോളം കൂടെ, പക്ഷേ നമ്മൾ വലിയ പേപ്പർ ലീഗൽ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 കോളം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ആക്കാം. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പേജ് കുറച്ച് വലിയ പേപ്പറായിട്ട് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേപ്പറിൻ്റെ സൈസ് മാറ്റുക. ഇനി എന്ത് ചെയ്യണം, ഈ സൈഡ് കണ്ടില്ലേ ചെറിയതായിട്ട് ഈ ഒരു മാർജിൻ കുറച്ചേ ഉള്ളൂ അല്ലേ, ഇവിടെ ഇങ്ങനെ കൂടുതൽ നമുക്ക് മാർജിനുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊന്ന് സെൻറ്റർ ആക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേജിൻ്റെ സെറ്റപ്പ് എടുത്തിട്ട് ഈ മാർജിൻ എടുക്കണം. എന്നിട്ട് സെൻറ്റർ ഓൺ പേജ് എന്ന് കണ്ടില്ലേ, ഇവിടെ വന്ന് നമ്മൾ ഹൊറിസോണ്ടൽ നിറച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള സെൻറ്ററായി കണ്ടോ. ഇപ്പോൾ കണ്ടോണം ഇവ തമ്മിൽ സെൻറ്ററായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പേജ് സെറ്റപ്പ് എടുത്തിട്ട് ഈ മാർജിൻ എടുത്തിട്ട് പറയണം വെർട്ടിക്കലായിട്ട് സെൻറ്റർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ വെർട്ടിക്കൽ എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ സെൻറ്ററായി, നമുക്ക് ഇങ്ങനെ സെൻറ്ററായി. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിന് നല്ലൊരു ഒരു ടൈപ്പൊക്കെ അടിച്ച് ഒരു പേജ് ആക്കിയത് കണ്ടില്ലേ, നമ്മളങ്ങനെ നല്ലൊരു പേജൊക്കെ ആക്കിയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുക്കണേ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രിൻറ്റിൻ്റെ ആദ്യം നമ്മൾ പ്രിൻ്റ് സെലക്ട് ചെയ്യണം. പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫാക്സി കിടക്കുകയാണെങ്കിൽ പ്രിൻ്റ് വരത്തില്ല. നമ്മളിവിടെ നമ്മൾ ഏത് പ്രിൻ്ററാണോ പ്രിൻ്റ് എടുക്കേണ്ടത് ആ പ്രിൻ്റർ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തത് പ്രിൻ്റ് ആക്റ്റീവ് ഷീറ്റ്, ഏത് ഷീറ്റാണോ നമ്മളിപ്പോൾ കറണ്ടായിട്ട് നിൽക്കുന്നത് അത് നമുക്ക് പ്രിൻ്റ് എടുത്ത് വരും. ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷീറ്റ് പ്രിൻ്റ് എടുത്ത് വരും. പിന്നെ ഇവിടെ കണ്ടില്ലേ പേജസ്, ഏതൊക്കെ പേജസാണ് പ്രിൻ്റ് എടുക്കുന്നത്, റിക്വയർഡ് പേജ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് 2 നടിച്ച് കഴിഞ്ഞപ്പോൾ 2 ഇല്ല ഇതിനകത്ത്, എപ്പോഴെങ്കിലും രണ്ടാമത്തെ പേജ് മാത്രം നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വന്ന് 2 എന്നുള്ള അടിച്ചു കൊടുക്കുക. അങ്ങനെ ഏതൊക്കെ പേജസാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. അടുത്തത് എന്താണ്, നമുക്ക് എത്ര കോപ്പി വേണം ഇവിടെ അടുക്കി കൊടുക്കുക, പിന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, പ്രിൻ്റ് സെലക്ട് ചെയ്യണം, ആക്റ്റീവ് ഷീറ്റാണോ നമ്മൾ നോക്കണം, നമുക്ക് റിക്വയർഡ് പേജസ് നമ്മൾ സെറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പേജ് സെറ്റപ്പ് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റും. പേജിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്കെയിലിങ് സെറ്റ് ചെയ്യാം, പേപ്പറിൻ്റെ സൈസ്, മാർജിന്, ലെഫ്റ്റ് മാർജിൻ, സെൻറ്റർ മാർജിൻ, നമുക്ക് ടോപ്പ് ബോട്ടം, പിന്നെ സെൻറ്റർ ഓൺ പേജ് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനിയുണ്ട് ഇതിനകത്ത് ഹെഡർ, ഫൂട്ടർ, പ്രിൻ്റ്, ടൈറ്റ്, അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. എന്നിട്ട് ഓക്കെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു. ഇതല്ലാതെ തന്നെ നമുക്ക് വെളിയിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മളിവിടെ വന്നിട്ട് പേജിൻ്റെ ലേഔട്ട് കണ്ടില്ലേ, ഈ മെനുവിൽ ഈ പേജ് ലേഔട്ട് തുറന്നാലും കണ്ടോ ഇവിടെ നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം. കണ്ടോ മാർജിൻ ഓൾറെഡി ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് 2 ഇഞ്ച് ഇവിടെ നമ്മൾ ഓറിയൻറ്റേഷൻ പേജിൻ്റെ ലേഔട്ട് ഉണ്ട്. ഇവിടെ വന്നാലും
നമുക്കിവിടെ മാർജിനൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് മാർജിനൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു പേജിന്റെ സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പേജിന്റെ ലേഔട്ട് എങ്ങനെ ചെയ്യും? പേജിന്റെ സെറ്റപ്പ്, മാർജിന്, പേപ്പർ സൈസ്, പ്രിന്റിന്റെ ഓപ്ഷൻ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.